ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ഭാഗങ്ങളാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിച്ചിട്ടുള്ള, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡേ 4 ആണ് ഇന്ന് നോക്കുന്നത്. ഇതിന് മുമ്പിൽ നമ്മൾ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം കാണാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻസ്: മൗലാന അബ്ദുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ S രാധാകൃഷ്ണൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻസർ ഓപ്ഷൻ എ, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതി? ഓപ്ഷൻസ്: 11ാമത്, 12ാമത്, 10ാമത്, 13ാമത്. ആൻസർ ഓപ്ഷൻ ഡി, 13ാമത്. പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണെന്ന് ചോദിച്ചാൽ 13ാമത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ദ്രൗപദി മുർമു 15ാമത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു 15ാമത് രാഷ്ട്രപതിയാണ്. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനം ഏത്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനം. ഓപ്ഷൻസ്: ആകാശ്, മുദ്ര, അഗ്നി, ലക്ഷ്യ 1. ആൻസർ ഓപ്ഷൻ ഡി, ലക്ഷ്യ 1. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനമാണ് ലക്ഷ്യ 1. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. ഓപ്ഷൻസ്: രാജ്യസമാചാർ, ദി ടൈംസ് ഓഫ് ഇന്ത്യ, ബംഗാൾ ഗസ്റ്റ്, ദൈനിക് ഭാസ്കർ. ആൻസർ ഓപ്ഷൻ സി, ബംഗാൾ ഗസ്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം എന്നറിയപ്പെടുന്നത് ബംഗാൾ ഗസ്റ്റാണ്. അടുത്തത്, ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏത്? ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം. ഓപ്ഷൻസ്: 1853, 1856, 1851, 1951. ആൻസർ ഓപ്ഷൻ ഡി, 1951. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷമാണ് 1951. അടുത്തത്, ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആര്? ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: പിംഗളി വെങ്കയ്യ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ എ, പിംഗളി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിംഗളി വെങ്കയ്യാണ്. അടുത്തത്, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളി ആര്? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളി ആര്? ഓപ്ഷൻസ്: വയലാർ രവി, AK ആൻ്റണി, K കരുണാകരൻ, O രാജഗോപാൽ. ആൻസർ ഓപ്ഷൻ ബി, AK ആൻ്റണി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളി എന്നറിയപ്പെടുന്നത് AK ആൻ്റണിയാണ്. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏത്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം. ഓപ്ഷൻസ്: ഗിർ വനം, ഗാന, പലമാവ്, പെരിയാർ. ആൻസർ ഓപ്ഷൻ ഡി, പെരിയാർ. ഈ തന്നിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. അടുത്തത്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ തികച്ച ക്രിക്കറ്റ് താരം ആര്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ തികച്ച ക്രിക്കറ്റ് താരം. ഓപ്ഷൻസ്: സച്ചിൻ ടെണ്ടുൽക്കർ, സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്, സൗരവ് ഗാംഗുലി. ആൻസർ ഓപ്ഷൻ എ, സച്ചിൻ ടെണ്ടുൽക്കർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ തികച്ച താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്തത്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ആര്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: APJ അബ്ദുൽ കലാം, ഡോക്ടർ വിക്രം സാരാഭായ്, സതീഷ് ധവാൻ, ഡോക്ടർ O മാധവൻ നായർ. ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ വിക്രം സാരാഭായ്. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉരുക്കു നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ഏത്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉരുക്കു നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം. ഓപ്ഷൻസ്: ഹാൽഡിയ, ദുർഗാപൂർ, നെയ്വേലി, ഫിറോസാബാദ്. ആൻസർ ഓപ്ഷൻ ബി, ദുർഗാപൂർ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉരുക്കു നിർമ്മാണവുമായി പ്രസിദ്ധമായ സ്ഥലം എന്നറിയപ്പെടുന്നത് ദുർഗാപൂറാണ്. അടുത്തത്, ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഓപ്ഷൻസ്: ജോധ്പൂർ, കിർക്കി, ആഗ്ര, ഡെറാഡൂൺ. ആൻസർ ഓപ്ഷൻ ഡി, ഡെറാഡൂൺ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ ആണ്.
അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻസ് ബീഹാർ, കർണാടക, രാജസ്ഥാൻ, ആസാം. ആൻസർ ഓപ്ഷൻ ബി കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കർണാടകയാണ്. അടുത്തത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഏത്? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം അല്ലെങ്കിൽ തുടക്കം കുറിച്ച വർഷം ഏത്? ഓപ്ഷൻസ് 1941, 1961, 1949, 1951. ആൻസർ ഓപ്ഷൻ ഡി 1951. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് ആരംഭം കുറിച്ച വർഷം എന്നറിയപ്പെടുന്നത് 1951. അടുത്തത് ബോധ് ഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആര്? ബോധ് ഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി. ഓപ്ഷൻസ് കനിഷ്കൻ, അശോക ചക്രവർത്തി, ഷാജഹാൻ, അക്ബർ. ആൻസർ ഓപ്ഷൻ ബി അശോക ചക്രവർത്തി. ബോധ് ഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരിയാണ് അശോക ചക്രവർത്തി. അടുത്തത് ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ് ബഹിരാകാശ ഭവൻ, ശ്രീഹരിക്കോട്ട, അന്തരീക്ഷ് ഭവൻ. ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി അന്തരീക്ഷ് ഭവൻ. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് അന്തരീക്ഷ് ഭവൻ എന്ന പേരിലാണ്. അടുത്തത് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻസ് ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, കേരളം, അരുണാചൽ പ്രദേശ്. ആൻസർ ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്തത് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഓപ്ഷൻസ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അറ്റോർണി ജനറൽ, പ്രധാനമന്ത്രി. ആൻസർ ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. അടുത്തത് കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻസ് ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഗോഖലെ. ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. അടുത്തത് ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ ആര്? ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ. ഓപ്ഷൻസ് ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധര തിലകൻ, ദാദാഭായ് നവറോജി. ആൻസർ ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. അടുത്തത് കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി ആര്? കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻസ് വെല്ലസ്ലി പ്രഭു, കോൺവാലിസ് പ്രഭു, ഹാർഡിഞ്ച് പ്രഭു, റിപ്പൺ പ്രഭു. ആൻസർ ഓപ്ഷൻ സി ഹാർഡിഞ്ച് പ്രഭു. കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഹാർഡിഞ്ച് പ്രഭു. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. ഓപ്ഷൻസ് ശരാവതി, ഗോദാവരി, ഷിയോനാഥ്, മഹാനദി. ആൻസർ ഓപ്ഷൻ എ ശരാവതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. അടുത്തത് ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്തുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്തുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻസ് മൗണ്ട് കെ2, മഹേന്ദ്രഗിരി, കാഞ്ചൻജംഗ, നംഗപർവ്വതം. ആൻസർ ഓപ്ഷൻ സി കാഞ്ചൻജംഗ. ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്തുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. അതായത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. അടുത്തത് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഒറീസയുടെ അല്ലെങ്കിൽ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഓപ്ഷൻസ് കോസി നദി, ബ്രഹ്മപുത്ര, ഗോദാവരി, മഹാനദി. ആൻസർ ഓപ്ഷൻ ഡി മഹാനദി. ഒറീസയുടെ അല്ലെങ്കിൽ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. അടുത്തത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. ഓപ്ഷൻസ് ഡിക്കി ഡോൾമ, വാലന്റീന തെരസ്കോവ, ബചേന്ദ്രി പാൽ, സന്തോഷ് യാദവ്. ആൻസർ ഓപ്ഷൻ സി ബചേന്ദ്രി പാൽ.
എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത എന്നറിയപ്പെടുന്നത് ബചേന്ദ്രി പാലാണ്. അടുത്തത്, കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? ഓപ്ഷൻസ്: സിംഹം, സിംഹവാലൻ കുരങ്ങ്, പശു, പുള്ളിപ്പുലി. ആൻസർ ഓപ്ഷൻ എ, സിംഹം. കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗം എന്നറിയപ്പെടുന്നത് സിംഹമായിരുന്നു. അടുത്തത്, ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്മാരകം ഏത്? ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്മാരകം. ഓപ്ഷൻസ്: ഹവാമഹൽ, ചെങ്കോട്ട, ജാലിയൻ വാലാബാഗ് സ്മാരകം, ഇന്ത്യ ഗേറ്റ്. ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യ ഗേറ്റ്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതിന് ബാക്കി പാർട്ടുകളായി വീണ്ടും കാണാം.